എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ. ഇന്നലെ ഞാൻ ഓഫീസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് എപ്പോഴും പോലെ ഇവിടെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള 2 കുട്ടികള്, ഒരു ട്വിൻസാണ്. പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. അപ്പോൾ അവർ മിക്ക ദിവസവും അവർക്ക് ഫ്രീ ആണെങ്കിൽ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നവർ കാത്തിരിക്കും. എന്നിട്ട് എൻ്റെ ലാപ്ടോപ്പും എൻ്റെ ടിഫിൻ ബോക്സൊക്കെ അവരെടുത്തിട്ട് എന്നോടും ഫ്രീ ആയിട്ട് നടന്നു വരും. എൻ്റെ കൂടെ നടന്നു വരാൻ പറയും അവർ. എന്നെ കൂടെ എടുപ്പിക്കില്ല അവർ. ചെറുപ്പം തൊട്ട് എനിക്കറിയാം അവരെ. നമ്മുടെ വീട്ടിലെപ്പോഴും വരും. അപ്പോൾ അവർ ഇപ്പോൾ ലീവൊക്കെ ആണല്ലോ. അപ്പോൾ നാളെ ലീവ്, ഇന്ന് ലീവായതുകൊണ്ട് ഇന്നലെ അവർ ഫ്രീ ആയി പഴയൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു. രണ്ടുപേരും നല്ല സ്നേഹമുള്ള കുട്ടികളാണ്. അപ്പോൾ വരുന്ന സമയത്ത് "എന്താണ് അങ്കിൾ ഇങ്ങനെ കോൾഡ് അങ്കിളിന് വന്നത്?" "ക്ലൈമറ്റിൻ്റെ ആയിരിക്കും മോനെ എനിക്കറിയില്ല. ശബ്ദമൊക്കെ മാറിയിട്ടുണ്ടല്ലോ." ശബ്ദം മാറുമല്ലോ." പെട്ടെന്ന് വീട്ടിനുള്ളിൽ വന്ന് എൻ്റെ ലാപ്ടോപ്പൊക്കെ അവർ വെച്ചിട്ട് എൻ്റെ അടുത്തിരുന്ന് രണ്ടുപേരും ചോദിക്കുകയാണ്, എന്താണ് അപ്പോൾ അങ്കിൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളല്ലേ? അന്ന് ഞങ്ങൾക്ക് മെഡിറ്റേഷനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. മെഡിറ്റേഷൻ ചെയ്താൽ അതൊക്കെ മാറില്ലേ? മാറും എന്നാണ് വിശ്വാസം. മരുന്ന് കഴിക്കാത്ത ആൾക്കാർ എത്രയോ പേരുണ്ട്, മരുന്ന് കഴിക്കാറില്ല. പക്ഷേ ഇതിൽ കൂടെ കടന്നു പോകണം. കടന്നു പോകണം എന്താണ്? അപ്പോൾ ഞാനാണ് ഈ ഉത്തരം പറയുമ്പോഴാണ് ഞാനും ഇതൊക്കെ ആലോചിക്കുന്നത്. എപ്പോഴും ഈ കോൾഡ് വരുമ്പോൾ ഞാൻ വല്ലാണ്ട് അവശനാവും. അപ്പോൾ ഇത് വേഗം മാറി കിട്ടിയാൽ മതി എന്നുള്ളൊരു തിടുക്കം എപ്പോഴും ഹൃദയത്തിലുണ്ടാവും. അപ്പോൾ ഈ കുട്ടികളോട് ഉത്തരം പറയുന്ന സമയത്താണ് ഞാനും ആലോചിച്ച് പലതും മനസ്സിലാക്കി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ പറയാണ്, ഈ എല്ലാ സന്തോഷമായ അവസ്ഥകളും നമുക്കൊന്നും വലിയ പാഠങ്ങൾ തരില്ല. ചില അസൗകര്യങ്ങളിൽ നിന്നും കുറേ പാഠങ്ങൾ പഠിക്കാം. ഞാൻ ചോദിച്ചു, "എന്താണ് അങ്കിൾ ഈ കോൾഡിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത്?" "ഇല്ല, മോനെ ആർക്കെങ്കിലും കോൾഡ് ഉണ്ടെങ്കിൽ അങ്കിൾ എപ്പോഴും മാസ്ക് ഇട്ടിട്ട് അവരെ അടുത്ത് കൂടി പോവില്ല. വളരെ സൂക്ഷിച്ചിട്ടാണ് ഞാൻ അവരതൊക്കെ സംസാരിക്കുക. പക്ഷേ എനിക്ക് കോൾഡ് വന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇപ്പോൾ മക്കൾ പോലെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ എല്ലാവരും സ്നേഹിക്കുന്നു. അപ്പോൾ എൻ്റെ സ്നേഹത്തിൻ്റെ കുറവ് എന്തെങ്കിലും ഉണ്ടോ?" അങ്ങനെയൊക്കെ കുറേ ചിന്തകൾ എനിക്ക് വരും. ഇത് എന്നെ കുറേ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, "ഇഫ് യു ടേക്ക് മെഡിസിൻ ഫോർ കോൾഡ് ഇറ്റ് വിൽ ഹീൽ ഇൻ 7 ഡേയ്സ്, അതർവൈസ് ഇറ്റ് വിൽ ടേക്ക് 1 വീക്ക്" എന്ന്. സോ മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും ഒരാഴ്ച ഈ കോൾഡ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നമുക്കങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു അസുഖം വന്നാലോ, അസൗകര്യം വന്നാലോ, നമുക്കത് ഉടനെ അങ്ങോട്ട് മാറിക്കിട്ടണം എന്നുള്ളൊരു തിടുക്കം നമുക്കുണ്ട്. അത് എനിക്കുണ്ട് എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കി ഒരിക്കൽ കൂടി. ഓക്കെ, ഒരാഴ്ച കാലം ഈ വേദനകളും, ഈ അസൗകര്യങ്ങളും, ശബ്ദത്തിലുള്ള വ്യത്യാസങ്ങളും, ഇടയ്ക്കുള്ള ചുമ, പിന്നെ അങ്ങനെ എല്ലാം അറിയാലോ. കോൾഡ് കൊണ്ടുള്ള നീരിളക്കം നമ്മൾ പറയില്ലേ, അതുകൊണ്ടുള്ള കഷ്ടങ്ങളൊക്കെ അറിയാം. അപ്പം അതും ഒരു അനുഭവമായിട്ട് എന്തുകൊണ്ട് എടുത്തുകൂടാന്നൊക്കെ ഈ കുട്ടികളോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നി. അപ്പോഴേക്കും എൻ്റെ വൈഫ് കോഫി, കഷായം എല്ലാം കൊണ്ട് തന്നു. ചെറിയൊരു ഇതിലൊരു കഷായം തന്നു, പിന്നെ ഒരു കോഫി തന്നു. ഈ മക്കളുടെ കൂടെയൊക്കെ കഴിച്ച് അവർ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോയി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചതിനെപ്പറ്റി ആലോചിച്ച് വന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു റഷ്യൻ കഥ ഓർമ്മ വന്നു. അത് ഈ കോൾഡിനും ഈ റഷ്യൻ കഥയ്ക്കും സംബന്ധമില്ല. പക്ഷെ അതൊരു ക്ഷമയെ പറ്റിയുള്ളതാണ്. നമ്മൾ ശിക്ഷിക്കാനും എല്ലാം ദേഷ്യപ്പെടാനൊക്കെ വേഗമാണ് എല്ലാം ചെയ്യുന്നത്. ഈ ക്ഷമ എന്നുള്ളതിന് 2 അർത്ഥമുണ്ട്. ഒന്ന് പേഷ്യൻസ്, സമാധാനം. മെല്ലെ കണ്ട് ചെയ്യാന്നുള്ള ആ ക്ഷമ. പിന്നൊരു ക്ഷമ, നമ്മൾ മറ്റുള്ളവരെ ക്ഷമിക്കുന്നത്. അവര് 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 പോട്ടെ എന്ന് പറഞ്ഞ് വിടുന്നത്, അല്ലെങ്കിൽ മറക്കുന്നത്. പലപ്പോഴും നമ്മൾ ക്ഷമിക്കും, മറക്കില്ല. ഈ കഥ എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ ഈ കഥ, ആഹ്, എന്താണ് അത്, നിങ്ങളാരെങ്കിലും ഈ കഥ വായിക്കുമ്പോൾ ഇതെന്താ സുരേഷ് പറഞ്ഞ കഥയ്ക്കും ഈ കഥയ്ക്കും ഒരു സംബന്ധവും ഇല്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കാം. കാരണം ഞാൻ ഈ കഥ ആഹ്, മാറ്റിയൊക്കെയാ പറയുക. ഞാൻ എൻ്റെ ഒരു വേർഷനിലാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഒരു പൊക്കം കൂടിയ ആളെന്ന് ആ കഥയിലുണ്ടാകാം. ഞാൻ സാധാരണ ആളെന്നായിരിക്കും പറയുന്നത്. അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങളുണ്ടാകും. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന മൂല്യങ്ങൾ, അതിന് ഈ കഥ മാച്ച് ചെയ്യുന്ന പോലെയായിരിക്കും ഞാൻ അധികം പറയുന്നത്. നമ്മൾ സാധാരണ ക്ഷമ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓക്കെ, നമ്മൾ സോറി പറഞ്ഞു പോട്ടെ. പക്ഷേ ഒരു ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച്, അങ്ങനെ ആക്കിയ ശേഷം ഒരാൾക്ക് അയാളെ ക്ഷമിക്കാൻ പറ്റുന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ്? ഒരു കവിളിൽ തല്ലുമ്പോൾ മറ്റേ കവിൾ കാണിച്ചു കൊടുക്കാനുള്ള മനസ്സൊക്കെ എങ്ങനെയാണത്? അത് യേശുക്രിസ്തു പറഞ്ഞ ഉപദേശം ഗാന്ധി പ്രായോഗികമായിട്ടുള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പുസ്തകത്തിൽ. ഞാനങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടില്ല. ഞാനും അങ്ങനെയല്ല. അത്രയൊന്നും ക്ഷമ എനിക്കുണ്ടോ? ഇല്ല. സത്യം പറഞ്ഞാൽ എനിക്കില്ല. പക്ഷെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ സന്ദർഭങ്ങൾ എനിക്ക് വന്നിട്ടില്ല.
ഒന്നിലും അങ്ങനത്തെ നമ്മളങ്ങനെ ഇതിലൊന്നും അങ്ങനെ ഒന്നും പോകാറില്ല. പിന്നെ നമ്മൾ പിടിച്ചില്ലെങ്കിൽ നമ്മളവിടുന്ന് അകന്ന് വരുന്ന ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് എന്നെ കാണുമ്പോൾ പേടിയായിരിക്കും. ഇവൻ ടഫായിട്ടുള്ള ആളാണല്ലോ എന്ന് ചിലപ്പോൾ ഒരു ഭാവനയിൽ അവർക്ക് തോന്നിക്കാണാം. എനിക്കറിയില്ല എന്താണെന്ന്. പക്ഷെ കഴിയുന്നത്ര കൊച്ചു കൊച്ചു കാര്യങ്ങൾ ക്ഷമിച്ച് കാണാം. പക്ഷെ അങ്ങനത്തെ ഒരു അങ്ങോട്ട് ഗാന്ധിയെ പോലെ ശ്രീ യേശു ക്രിസ്തു പറഞ്ഞതുപോലെയൊക്കെ ക്ഷമിക്കുക എന്ന് പറഞ്ഞത് എത്ര വലിയ കാര്യമാണ്. പക്ഷെ ഈ കഥയിൽ അങ്ങനൊരു നിങ്ങളെല്ലാം വിസ്മയിച്ചു പോകുന്നത് പോലെ ഒരു കഥയിലുണ്ട്. ഇത് നമ്മൾ ഹീറോ എന്ന് പറയും. ഞാൻ ഹീറോയുടെ പേരൊക്കെ റഷ്യൻ പേരൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അസൗകര്യമായിരിക്കും. എനിക്കും പറയാൻ കഷ്ടമായിരിക്കും. ഹീറോ എന്ന് തന്നെ പറയാം. ഈ ഹീറോ നല്ലൊരു ഗിറ്റാരിസ്റ്റാണ്. നല്ല ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് പാട്ടൊക്കെ പാടി കുടുംബം, പിന്നെ ഭാര്യ, സുന്ദരിയായ ഭാര്യ, നല്ല സ്നേഹമുള്ള മക്കള്, അങ്ങനെ എല്ലാം തികഞ്ഞ ഒരാളാണ്. അയാൾക്ക് എപ്പോഴും പാട്ടൊക്കെ പാടും. ജോലിക്ക് പോകും. അത് കഴിഞ്ഞ് വന്ന് ഗിറ്റാറിൽ ഇങ്ങനെ പാട്ട് പാടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ അയാൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഭാര്യയോട് പറയാണ്, ഞാൻ പോവാണ്. ഒരു 10 ദിവസം കഴിഞ്ഞ് വരാം. ഞാനങ്ങനെ ഓരോ പ്രകൃതിയൊക്കെ കണ്ട് ഞാൻ ആസ്വദിച്ച് ഞാൻ പാട്ടൊക്കെ പാടി ഞാൻ ഉല്ലസിച്ചിട്ട് വരാം. കാരണം എനിക്ക് രാത്രി പകൽ ജോലിയൊക്കെയാണ്. ഇങ്ങനെ ഇടയ്ക്ക് ലീവ് കിട്ടുമ്പോഴല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എപ്പോഴും നോക്കി പോയിട്ട് വരൂ പറഞ്ഞ് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കും, കുറച്ച് ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കും, കുറേ പണമൊക്കെ കൊടുക്കുന്ന ഒരു ഭാര്യ. അന്ന് അതെല്ലാം ചെയ്തു. പക്ഷെ മുഖത്തിലൊരു സന്തോഷമില്ല. അപ്പോൾ അവൻ പോയി ചോദിക്കുക, എന്താണ് നീ ഒരു ഹാപ്പി അല്ലല്ലോ മുഖത്ത്? അപ്പോൾ അവൾ പറയുന്നു, എന്തോ എൻ്റെ മനസ്സ് പറയുന്നു, നിങ്ങൾ ഇത് ഇപ്രാവശ്യം പോകരുത്. നിങ്ങൾക്കെന്തോ ഒരു ആപത്ത് വരുന്ന പോലെ എൻ്റെ മനസ്സ് പറയുന്നു. അപ്പൊ പറയും, ചിരിക്കും. നീ എന്താ ഇങ്ങനെ പറയുന്നത്? എന്തിനാ ഇങ്ങനെ അന്ധവിശ്വാസിയെ എന്നാ ഒരു 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 ഒരർത്ഥമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ വിശ്വസിക്കുന്നത്? ഇതൊക്കെ നിന്റെ സ്വപ്നത്തിൽ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും സ്നേഹമായിട്ട് പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പുറപ്പെടുകയാണ്. ഇവര് ഒരു കുതിരയിലാണ് പോകുന്നത്. കുതിരയിൽ പോയിട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ സന്തോഷിച്ച് പോവാണ്. നല്ല ഭംഗിയുള്ള മിടുക്കനായ ഒരു ഒരു ഹീറോ. ഏ അങ്ങനെ ഒരു ഹോട്ടലിലേക്ക് പോകുന്നു. ആ ഹോട്ടലിൽ റൂം എടുക്കുന്നു. റൂം എടുക്കുമ്പോൾ ആ റൂമിൽ ഇനിയൊരാളും ഉണ്ട്. തനിച്ചുള്ള റൂമില്ല. സോ ഒരു ഡബിൾ ഓക്യുപ്പൻസി ആണ്. അപ്പം അയാളോട് ഹലോ ഒക്കെ പറയുന്നു. കച്ചവടമൊക്കെ സംസാരിക്കുന്നു. അയാൾ കച്ചവടക്കാരനാണ്. ഭയങ്കര വലിയ വലിയ എമൗണ്ടൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾക്ക് അതൊന്നുമല്ല. മാസം ശമ്പളം വാങ്ങണം, കുടുംബത്തിലേക്ക് കൊടുക്കണം, കുതിരയിൽ കുറേ യാത്ര ചെയ്യണം, കുറേ പാട്ട് പാടണം, മതി. അത്രയൊക്കെ മതി ജീവിതം. അങ്ങനെ ഒരു സന്തോഷമുള്ള ഒരാളാണ്. വലിയ ആർത്തി പിടിച്ച ആളൊന്നുമല്ല. ഇപ്പൊ ഇയാള് പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളാണല്ലോ. ജനലിൽ കൂടെ നോക്കുമ്പോൾ നക്ഷത്രങ്ങള് നിറയെ ഇയാളെ ആകർഷിച്ച് വിളിക്കുന്നത് പോലെ ഇയാൾ തോന്നുന്നു. പിന്നെ ചന്ദ്രനെ കാണുന്നു. രാത്രി നല്ല തണുപ്പ്. അപ്പോൾ ഇയാള് പറഞ്ഞു, എന്തിനാ ഇവ ഉറക്കം വരാണ്ട് ഈ റൂമിൽ കിടക്കുന്നത്? ഈ ആകാശത്തെ കണ്ട് നക്ഷത്രങ്ങളെ കണ്ടിട്ട് ചന്ദ്രനെ കണ്ടിട്ട് ഈ നല്ല തണുപ്പുള്ള ഈ ക്ലൈമറ്റ് ആസ്വദിച്ചിട്ട് നമുക്ക് കുതിരയും കൊണ്ട് നമുക്ക് നമ്മുടെ യാത്ര തുടരാലോ എന്ന് പറഞ്ഞ് ഇയാള് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇയാളുടെ ബാഗ് അപ്പോൾ ഇയാൾക്ക് ആദ്യം ഒന്ന് പോയി മഴയൊക്കെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് പോകുമ്പോൾ ഇയാളുടെ ബാഗ് ഇവിടെ അവിടെ എന്താണ് റിസപ്ഷൻ്റെ അവിടെയോ വെച്ചിട്ടാണ് ഇയാൾ പോയിട്ട് നോക്കിയിട്ട് വരിക. തിരിച്ചും ഈ ബാഗ് എടുത്തിട്ട് ഇയാൾ ഈ കുതിരയും കൊണ്ട് അങ്ങനെ പോകും. അപ്പോൾ റിസപ്ഷനിലൊക്കെ പണമൊക്കെ കൊടുത്തിട്ട് ഇയാൾ നേരെ പോകും. ഇയാളോടൊന്നും പറഞ്ഞില്ല. ഇയാൾ ഉറങ്ങുകയായിരുന്നു കൂടെ റൂംമേറ്റ്. അങ്ങനെ പാട്ടൊക്കെ പാടി അങ്ങനെ പോകുമ്പോൾ പുലർച്ചയ്ക്ക് ഒരു ഹോട്ടലിലെത്തും. ആ ഹോട്ടലിൽ എത്തിയപ്പോൾ അവിടെ പറഞ്ഞ് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇയാളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ശരി ഇനിയും കുറച്ചുകൂടി പ്രകൃതി ആസ്വദിക്കലോ പറഞ്ഞിങ്ങനെ ഒരു നല്ല പുല്ലൊക്കെ ഉള്ള സ്ഥലത്ത് നല്ല പാട്ട് പാടാൻ തുടങ്ങി. ഈ ശബ്ദം കേട്ടിട്ട് ആരൊക്കെയോ വന്ന് ഇങ്ങനെ കാണുന്നുണ്ട്, പോകുന്നുണ്ട്, വണ്ടിയിൽ പോകുന്ന ആൾക്കാരൊക്കെ. പെട്ടെന്ന് 2 പോലീസ് വരുന്നുണ്ട്. പോലീസ് വന്ന്, "നീ ആരാണ്?" ഇയാൾ പറയും, "ഇതാണ്, ഞാനിങ്ങനെ പാട്ടുകാരനാണ്, ജോലിക്കാരനാണ്, ഇങ്ങനെ യാത്രികനാണ്, ഇങ്ങനെ വന്നിരിക്കുക" എന്നൊക്കെ പറയും. അപ്പോൾ അയാൾ പറയും, നിന്നെ ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത്, "നീ ഇന്ന ഹോട്ടലിൽ താമസിച്ച ആളല്ലേ? നീ എന്തിനാ രാത്രി അവിടുന്ന് വന്നത്?" "എനിക്ക് പ്രകൃതി എന്ത് പ്രകൃതി ആസ്വദിക്കാൻ രാത്രിയിൽ ഈ തണുപ്പിൽ?" "എന്നെ ചെക്ക് ചെയ്യണം." എന്തുവേണേൽ ചെക്ക് ചെയ്തു. നോക്കിയപ്പോൾ ഉണ്ട് അയാളുടെ ബാഗിൽ, ഈ ഹീറോയിൻ്റെ ബാഗിൽ ഒരു കത്തിയുണ്ട്. ആ കത്തിയിൽ രക്തത്തിൻ്റെ പാടുകളുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, "നീ താമസിച്ച റൂമിൽ നിൻ്റെ കൂടെ താമസിച്ച ഒരു റൂംമേറ്റ് നീ കൊലപാതകം ചെയ്തിട്ടാണ് അവിടെ രക്ഷപ്പെട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കത്തി." "അയ്യോ ഞാനല്ലാന്ന്" അയാൾ കരഞ്ഞ് കരഞ്ഞ് പറയുന്നു. "ഭാര്യയുണ്ട്, മക്കളുണ്ട്, എൻ്റെ വയസ്സായ അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങളെന്നെ ഉപദ്രവിക്കരുത്" എന്നൊക്കെ പറഞ്ഞ് കേണപേക്ഷിക്കുകയാണ്. "അല്ല അല്ല, എല്ലാം ഉണ്ട്. നീ അവിടെ പോയതിൻ്റെ റെക്കോർഡുണ്ട്, ഇതുണ്ട്.
ഞങ്ങളിങ്ങനെ രാത്രി മുഴുവൻ അന്വേഷിക്കുകയാണ്. നിൻ്റെ നിൻ്റെ പിന്നിൽ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ നിന്ന് ആരൊക്കെയാ പോയെന്നൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച് ടെലിഗ്രാം വന്നിട്ടാണ്, അപ്പോഴൊക്കെ ടെലിഗ്രാമാണല്ലോ. ടെലിഗ്രാമും ടെലക്സും വന്നിട്ടാണ് ഞങ്ങളവിടെ പഠിക്കുന്നത് വരുന്നുണ്ട് ജയിലിൽ കൊണ്ടുപോകും. അപ്പോഴേക്കും അയാളുടെ കുടുംബത്തേക്കൊക്കെ അറിയുന്നുണ്ട്. അവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഭാര്യ വന്ന് പറയും, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ അപ്പീലിനൊക്കെ ചെയ്യും, നോക്കാം, വക്കീൽമാരെയൊക്കെ നോക്കാം. അങ്ങനെ എത്രയോ അപ്പീലുകളും എത്രയോ കോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അക്കാലത്ത് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. കുറേ വായനകളൊക്കെ കിട്ടി 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 അവസാനം എന്ത് ചെയ്താ ഇയാൾക്ക് ഒരു വിടുതൽ കിട്ടുന്നില്ല. ഇയാളെ വിട്ടയക്കുന്നില്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒക്കെ ഇയാൾക്ക് എതിർപ്പാണ്. അങ്ങനെ അയാൾ വേറെ ഒരു വഴിയില്ലാണ്ട് ഇനി ജീവിതം ഇത് തന്നെയാണെന്ന് വിചാരിച്ച് ഇങ്ങനെ ദുഃഖത്തിനായിട്ട് ആ ജയിലിൽ കഴിയാണ്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ മക്കളൊക്കെ വിശപ്പ് കൊണ്ട് പട്ടിണിയൊക്കെ ആയിട്ട് അവർ 1-2 മക്കൾ അസുഖമായിട്ട് മരിച്ചു പോകുന്നു. അമ്മയും അച്ഛനും മരിച്ചു പോകുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്താ പറയുക, മക്കളൊക്കെ അങ്ങനെ 2-3 മക്കൾ എവിടെയോ പോയി, വേറെ ഏതോ രാജ്യത്തേക്ക് പോയി, ഒന്നും റീച്ചില്ല. ഭാര്യ അസുഖമായ സമയത്ത് ഭാര്യയെ നോക്കാനായിട്ട് ഒരാൾ വന്നു. ആ ആളുടെ കൂടെ ആ ഭാര്യ ജീവിക്കേണ്ട ഗതികേട് വന്നു. ആ ഭാര്യയും ആ രാജ്യം വിട്ട് പോയി. ഒക്കെ അവിടെ ഒരു സുഹൃത്ത് അങ്ങനെ കത്തയക്കാറുണ്ട്. കാരണം എല്ലാവരും മടുത്തു പോയി. ഒരു 10-15 കൊല്ലം 20 കൊല്ലമൊക്കെ ട്രെയിൻ ചെയ്ത് നോക്കിയ സ്വത്തൊക്കെ വിട്ടിട്ട് എല്ലാം വിട്ടിട്ട് നോക്കിയിട്ടും ഒന്നുമില്ല. അപ്പോൾ ആകെ ഇയാൾക്ക് ആരുമില്ല എന്നുള്ള സ്ഥിതി വന്നു. ഇയാൾ തനിച്ചാണ്. പക്ഷേ ഇയാൾ വളരെ നല്ല മനുഷ്യനാണ്. തൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, ധർമ്മങ്ങൾ ബോധിക്കും. അവിടെയുള്ള ആൾക്കാരോടൊക്കെ തെറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരോടൊക്കെ ഈ എന്താണ് ഈ ജയിലേഴ്സൊക്കെ ഇയാളെ ഭയങ്കര ബഹുമാനവും സ്നേഹമാണ്. അപ്പോഴും കുറച്ച് ഇയാൾ വയസ്സായല്ലോ. അല്ല, ഈ ക്രിമിനൽസെയൊക്കെ ഉപദേശിക്കും, തെറ്റ് ചെയ്യരുത്, അങ്ങനെയാണെന്ന് ഇങ്ങനെയാണെന്നൊക്കെ. പിന്നെ അവിടെയുള്ള ജയിലർമാർക്കൊക്കെ ഇയാളെ മനസ്സിലായി, ഇയാൾ നല്ല മനുഷ്യനാണ്, ഇയാൾ തെറ്റ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഈ നിയമത്തിൻ്റെ പിടിയിൽ ഇയാൾ കുടുങ്ങിപ്പോയി. സർക്കാർ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇയാളെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ ഇയാളും വിചാരിച്ചു ഇനി ജീവിതം ഇവിടെ തന്നെ, ഇനി എങ്ങനെയാണ് തൻ്റെ രാജ്യത്തേക്ക് പോകാൻ, ഭാര്യയില്ല, മക്കളില്ല, അമ്മയില്ല, അച്ഛനില്ല, അനാഥനായി പോയി ഇവിടെ തന്നെ അങ്ങനെ ജീവിക്കാന്നുള്ള സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ വരുന്നു. ഒരു 5-6 പേര് കുറ്റവാളികൾ ജയിലിലേക്കായിട്ട് വരുന്നു. അതിലൊരു റൗഡി പോലെ ഒരു വില്ലൻ എന്ന് പറയാം. ഇയാളെ ഹീറോ എന്നും ഈ വരുന്ന ആളെ വില്ലൻ എന്ന് നമുക്ക് പറയാം. ഈ വില്ലൻ വന്നിട്ട് പെട്ടെന്ന് ഇവനോട് എന്തോ ഒന്നും ആലോചിക്കണം, പെട്ടെന്ന് ചോദിച്ചു, കുറേ കൊല്ലങ്ങൾ മുമ്പ് നിങ്ങൾ ഈ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു അതെ. ഓക്കെ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇവനായിരിക്കും ചിലപ്പോൾ കൊലപാതകം ചെയ്ത് കാണുക. അതെന്തോ ഇയാളുടെ ഉൾമനസ്സ് പറഞ്ഞു. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ഇത്ര കൊല്ലം മുമ്പ് നിങ്ങളല്ലേ ആ ഹോട്ടലിൽ താമസിച്ചതെന്നൊക്കെ എങ്ങനെയാണ് ഇയാൾ ചോദിക്കുന്നത്. ഈ ഹീറോ എന്ത് ചെയ്യും, അന്ന് രാത്രി തന്നെ ഈ വില്ലനെ പോയി കയറി പിടിക്കും. ആരും ഉണ്ടായിരുന്നില്ല അന്ന്. പേടിച്ച് സത്യം പറയടാ, നീ ആരാടാ, നിനക്ക് എങ്ങനെയാ അറിയുക, അങ്ങനെ അത് ഇത്രയും കൊല്ലം മുമ്പ് ഞാനവിടെ താമസിച്ചത് നിനക്ക് എങ്ങനെയാ അറിയാം. എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവന് ഈ പരിഭ്രമമുള്ള ഒരാളാണ്. അവന് നിങ്ങൾ കൊലപാതകം ചെയ്തിട്ട് കത്തി നിങ്ങൾ കുടിയും കഴിഞ്ഞാൽ ഞങ്ങളെങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഈ കേസുകളൊക്കെ ഇയാളല്ല എന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ എല്ലാം ഇയാൾക്ക് പറയുമ്പോൾ ഇവൻ്റെ ഈ പരിഭ്രമത്തിലും ഇവൻ പറയുന്ന കാര്യങ്ങളിലും ഈ ഹീറോന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി ഇവനാണ് കൊലപാതകം ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്ത് ചെയ്ത് അവൻ സമ്മതിക്കുന്നില്ല. ഇപ്പം വേറെ ഏതോ കേസിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഇവനെ കാണുമ്പോഴൊക്കെ അവനെ കൊന്നുകളയാന്ന് ഇയാൾക്ക് തോന്നുന്നു ഹീറോന്. പിന്നെ അയാൾ ചോദിക്കും, അയ്യോ, നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇവനെ കൊല്ലുന്നത്, ഇവന് ഒരു കുടുംബമൊക്കെ ഉണ്ട്, എനിക്കാണെങ്കിൽ ഒരു കുടുംബമില്ല, ഒന്നുമില്ല, ഇവൻ പോട്ടെ, ദൈവം നോക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ വിടും. അപ്പോൾ അവിടെയുള്ള ജയിലർമാർ, അവിടെയുള്ള കുറ്റവാളികൾ എല്ലാവരും ഈ ഹീറോയിന് കൊടുക്കുന്ന ബഹുമാനവും സ്നേഹവും കണ്ടിട്ട് ഇയാൾക്ക് ഭയങ്കര ആദ്യം അസൂയ തോന്നും. എന്നിട്ട് ഇയാളെ പറ്റി എല്ലാവരോടും കുറ്റം പറയാൻ പോകും. ഇയാൾ അങ്ങനത്തെ ആളാണ്, ഇങ്ങനത്തെ ആളാണ്, ഇയാളെ പറ്റി അറിയാമെന്നൊക്കെ. ആരും ഈ നെഗറ്റീവായിട്ടുള്ള ഈ വില്ലൻ്റെ ഉപദേശങ്ങൾ ആരും കേട്ടില്ല. എന്താ പറയുക, ഈ കുറ്റം പറഞ്ഞതൊന്നും ആരും കേട്ടില്ല. മറിച്ച് ഈ കുറ്റം പറയാൻ പോകുമ്പോഴൊക്കെ ഇയാൾ ചീത്ത കൊണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇയാളാണെങ്കിൽ എല്ലാവർക്കും ധർമ്മം ചെയ്യുന്നു. അയാൾക്ക് കിട്ടുന്ന ബ്രെഡ് 5 പീസാണെങ്കിൽ 2 പീസ് ആർക്കെങ്കിലും കൊടുക്കും. ഇയാൾ 1 പീസോ 2 പീസോ കഴിച്ചിട്ട് കുറച്ച് പക്ഷികൾക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ ഒരു സാധു ഏകദേശം 10-15 ദിവസം ഇയാളുടെ ജീവിതം കണ്ടിട്ട് ഈ വില്ലന് മനസ്സ് വല്ലാണ്ട് തളർന്നു പോയി. അയ്യോ, നമ്മൾ ഈ മഹാഭാവത്തിന് ഇത്രയൊക്കെ ചെയ്തല്ലോ. ഇയാളാണ് കൊലപാതകം ചെയ്തത്. അന്ന് രാത്രി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ഈ കൂടെയുള്ള റൂംമേറ്റ് കൊണ്ടുവരുന്ന കുറേ ഡയമണ്ടും എല്ലാം ഉണ്ട്. അതെടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇവൻ ആ റൂമിൽ നിന്ന് അപ്പോഴാണ് പുറത്ത് പോകുന്നത്. കൊലപാതകം ചെയ്തിട്ട് ഇവൻ ഓടുകയാണ്.
അവിടെയൊക്കെ ഓടിക്കളഞ്ഞാൽ രക്ഷപ്പെടുന്നുള്ള ഈ CCTV ഒന്നും ഇല്ലാത്ത കാലമാണല്ലോ. അപ്പോൾ ആരോ ഈ സെക്യൂരിറ്റി എങ്ങാണ്ട് വിസിലെങ്ങാനും അടിക്കുന്ന സമയത്ത് ഈ കത്തി ഇയാൾ ആ റിസപ്ഷനിൽ ഇയാൾ ഇവൻ വെച്ച് ഹീറോ വെച്ചിട്ട് പോയിട്ടല്ലോ, അതിൽ ഈ കത്തി വെച്ചിട്ട് ഇവൻ രക്ഷപ്പെട്ടതാണ്. അവൻ ആ കേസിൽ രക്ഷപ്പെട്ടു. പക്ഷെ പ്രകൃതി വളരെ എന്താ പവിത്രവും ശക്തിയേറിയതാണല്ലോ കോസ്മിക് എനർജി. ഇവന് വേറൊരു കേസിൽ ഇവൻ കുടുങ്ങിയിട്ടാണ് അവൻ്റെ മുകളിൽ പോയത്. അപ്പോൾ ഇതാണ് നടന്ന സംഭവം. അങ്ങനെ ഒരു രാത്രി ഈ ഹീറോ കിടന്നിരിക്കുന്ന സമയത്ത് രാത്രി 12:30 മണിക്ക് ഈ വില്ലൻ ഹീറോൻ്റെ റൂമിലേക്ക് വന്നു. ഇവിടെയൊക്കെ ഓപ്പണാണ്, അങ്ങനെ അടച്ചു വെക്കുന്നൊന്നുമില്ല, ഓപ്പണാണ്. അപ്പോൾ അങ്ങനെ ഇയാളൊരു ഉറക്കം കഴിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവനിരിക്കുന്നു. ഇപ്പോൾ ഇയാൾ പേടിച്ചു, ഹീറോ പേടിച്ചു വില്ലനെ കണ്ടിട്ട്. അയ്യോ, എന്നെ നീ കൊലപാതകം ചെയ്യാൻ വരികയാണോ? എന്തിനാണ് എന്നെ കൊല്ലുന്നത്? എൻ്റെ ജീവിതം തന്നെ നീ നശിപ്പിച്ചല്ലോ. ഇനി എന്താ നിനക്ക് വേണ്ടത്? എന്തിനാണ് ഇങ്ങനെ നീ ചെയ്യുന്നത്? അല്ല സാറേ, ഞാൻ ക്ഷമ ചോദിക്കാൻ വന്നതാണ്. ഇന്നലെ നിങ്ങൾ ബൈബിളിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ ഇവിടെ പ്രസംഗിച്ചു. എനിക്ക് ഭയങ്കര കുറ്റബോധം വന്നു. ഈ ഭൂമിയിലുള്ള കാലത്തിന് ശേഷം ഒരു ലോകമുണ്ട്. ആ ലോകത്തെ എല്ലാ കണക്കുകളും സത്യമായി കാണും. ഞാൻ എന്തെല്ലാം നിങ്ങളെ ചെയ്തു, നിങ്ങളുടെ ജീവിതമേ ഇല്ലാതായി പോയല്ലോ. എല്ലാത്തിനും ഞാനല്ലേ കാരണം, ദയവ് ചെയ്ത് എന്നെ ക്ഷമിക്കണം. അപ്പോൾ അവന് ഹീറോന് ഭയങ്കര ദേഷ്യം. എന്ത് ക്ഷമ തരുന്നത്, എൻ്റെ എല്ലാം പോയില്ലടാ നിന്നെ കൊണ്ട് ഒക്കെ പറഞ്ഞ് കുറേ അവൻ ദേഷ്യത്തിലേക്ക് സംസാരിച്ചു. അവൻ കാല് പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. അയാളുടെ കാല് മുഴുവനും, ഹീറോൻ്റെ കാല് മുഴുവനും കണ്ണുനീരും. ഇയാൾക്ക് മനസ്സിലായി ഇതൊരു അഭിനയമല്ല, ഇവന് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വാ നമുക്കൊന്ന് നടക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചുടുവെള്ളം ഉണ്ടായിരുന്നു ഫ്ലാസ്കിൽ, വെച്ചാൽ വെള്ളം കുടിച്ചിട്ട് നീ വിഷമിക്കണ്ട, നീ എനിക്ക് നിന്നെ ക്ഷമിച്ചു വിട്ടേക്ക് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ അവന് പുതിയൊരു പുത്തണം കിട്ടി. അപ്പോൾ പറഞ്ഞു, നിങ്ങളെപ്പോലെ ഞാനും ഒരു നല്ല മനുഷ്യനായിട്ട് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഞാൻ വന്നത് ചെറിയ തെറ്റിനാണ്. എനിക്ക് ഇങ്ങനെയും ഒരു മാസം കഴിഞ്ഞ് പോകും. പക്ഷേ സാറ് ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ എന്നാണ് എൻ്റെ വിഷമം. അത് സാരില്ലടോ, താൻ പോയി തൻ്റെ കുടുംബത്തോട് ജീവിക്കുക. എനിക്കൊന്നുമില്ല, കുടുംബമില്ല, ഒന്നുമില്ല. അല്ല സാർ, ഞാൻ കുടുംബത്തിലേക്ക് പോയിട്ട് എൻ്റെ കുടുംബത്തോട് ഞാൻ സന്തോഷമായി ജീവിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കുറ്റബോധം എന്നെ കൊന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അല്ല, ഞാൻ ഇവിടുത്തെ ജയിലർമാർക്കൊക്കെ ഒരു കത്തെഴുതി വെച്ചിട്ടുണ്ട്. ഞാനാണ് തെറ്റ് ചെയ്തത്, സാറല്ല എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നു. പക്ഷെ അവർ ഇവിടുത്തെ നിയമപ്രകാരം നമ്മൾ രണ്ടുപേരും കൂടി ഇത് പറയണം. അതുകൊണ്ട് സാർ ദയവായിട്ട് എൻ്റെ കൂടെ വരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, എപ്പോൾ നീ എന്നോട് ക്ഷമ ചോദിച്ചു, എപ്പോൾ നീ ആത്മാർത്ഥമായിട്ട് നിൻ്റെ തെറ്റുകളെ ഉണർന്ന് നിനക്ക് ആ കുറ്റബോധം വന്ന് നിൻ്റെ മനസ്സ് മാറിയോ, അത് മതി. ഇനിയിപ്പോൾ നീ ജയിലിൽ ജീവിച്ചുകൊണ്ട് ഒന്നും ജീവിതം തീർക്കണ്ട. എൻ്റെ ജീവിതം എല്ലാം കഴിഞ്ഞു, എനിക്കിനി ഒന്നുമില്ല. വളരെ ചെറുപ്പക്കാരനായിട്ട് ഞാൻ വന്നവനാണ്, ഞാൻ വയസ്സനായി. കാരണം എനിക്കും കുറേ വയസ്സ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അല്ല സാർ, ഞാൻ സമ്മതിക്കില്ല. അല്ല, പോയി കിടന്നുറങ്ങൂ, നമുക്ക് നാളെ കാലത്ത് കാണാം. ഞാൻ ഒരിക്കലും വരില്ല. നീ നന്നായി ജീവിക്കുക, നിനക്ക് എൻ്റെ ആശംസകൾ പറയുക മാത്രമല്ല, ഇയാളുടെ റൂമിൽ പോയിട്ട് ഇയാൾ ഇത്രയും കൊല്ലം ജോലി ചെയ്തിട്ടില്ലേ, അപ്പോൾ കുറേ കാശ് ഇടയ്ക്കിടയ്ക്ക് 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോൾ കുറച്ച് കാശ് ഇയാൾ കിട്ടും. ആ പണത്തിൽ കുറേ പണം എടുത്തിട്ട് നീ ഇത് വെച്ചോ, നിൻ്റെ മക്കൾക്ക് കൊടുത്തോ, നിൻ്റെ കൊച്ചുമക്കൾക്ക് കൊടുക്കുക. നിൻ്റെ എന്താണ്, കൊച്ചുമക്കളല്ല, ചൈൽഡായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്കെല്ലാം കൊടുക്കുക. 4-5 കുട്ടികളാണ് അവർ. അപ്പോൾ ചെറുപ്പക്കാരനാണ് ഇയാൾക്ക്. ഈ ഹീറോനും വില്ലനും കുറേ വയസ്സ് വ്യത്യാസമുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഇയാളുടെ കയ്യിലുള്ള എല്ലാ കാശും കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു പേന, നല്ല വില കൂടിയ ഒരു പേന, ആരൊക്കെയോ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഈ ഹീറോന് ഗിഫ്റ്റ് കൊടുത്തതാണ്. അങ്ങനെ പേന മുതൽ അവിടെ ജയിലിലെ യൂണിഫോമാണ്. പക്ഷേ ചില ആൾക്കാർ നല്ല ഡ്രസ്സ്, തണുപ്പാണല്ലോ, അപ്പോൾ തണുപ്പ് മാറാനുള്ള കുറേ സ്വെറ്റർ പോലുള്ള കുറേ ഡ്രസ്സുകൾ, അങ്ങനെ എല്ലാം കൊടുക്കും. ഇത് ഇവൻ സ്വീകരിക്കുമ്പോഴൊക്കെ കണ്ണുനീരോടുകൂടിയാണ് വാങ്ങിക്കുന്നത്. അയ്യോ, ഇത്രയും ഞാൻ ദ്രോഹം ചെയ്ത് ഇയാൾ എനിക്ക് എല്ലാം തരുന്നല്ലോ. അങ്ങനെ ഇനി ഒന്നുമില്ല, അങ്ങനത്തെ സ്ഥിതി വന്നു. ശരി, പോയി കിടക്ക്, സന്തോഷമായിരിക്കും. അങ്ങനെ രണ്ടുപേരും അവരവരുടെ കിടക്കയിൽ പോയി കിടക്കാൻ പോകുന്നു. ഇയാൾ എപ്പോഴും ഈ കുറ്റബോധം മാറിയിട്ടില്ല. രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നിട്ട് വീണ്ടും ഇയാളെ പറ്റി കുറേ നല്ല കാര്യങ്ങളൊക്കെ എഴുതി. ഇയാളുടെ പ്ലാൻ എന്താ വെച്ചാൽ, ഇയാൾ സമ്മതിക്കുന്നില്ല, രണ്ടുപേരും വരണമെന്നാണ് നിയമം. പക്ഷെ അത് കോർട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കുറ്റം ഞാൻ സമ്മതിക്കുന്നു, അയാൾ വിടുതൽ കൊടുക്കണം. അവിടെ അയാൾ ജയിലിലിരിക്കാൻ ആഗ്രഹിച്ചാലും കുഴപ്പമില്ല, പക്ഷേ അയാൾ കുറ്റവാളിയായിട്ട് ഇവിടെ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ സർക്കാരിന് എന്തെങ്കിലും ജോലി കൊടുക്കണം എന്നൊക്കെ പറയും. കുറേ ഇയാൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇയാൾ കാലത്ത് എഴുന്നേറ്റ് ഇയാൾ നേരെ ഈ ജയിലറിൻ്റെ ഓഫീസിലേക്ക് പോയിട്ട് അവരെയും കൊണ്ട് നേരെ ഈ ഹീറോൻ്റെ റൂമിലേക്ക് വരികയാണ്. വന്നിട്ട് കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ട് ഇയാൾ ഒരു ഫ്രീഡം കൊടുക്കാനായിട്ട് അങ്ങനെ പോയിട്ട് ഹീറോനെ ഉണർത്തി എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ അദ്ദേഹം മരിച്ചിരിക്കുന്നു.
അവിടെ കഥ തീരുകയാണ്. താങ്ക് യു. ശുഭദിനം നേരുന്നു.